16ാം കേരള നിയമസഭ സാമാജികയായി കടന്നു വരാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം വലിയ ഭൂരിപക്ഷത്തോടെ UDF സർക്കാർ അധികാരത്തിൽ വന്ന ഈ സാഹചര്യത്തിലാണ് എനിക്കും ഒരു അംഗമാകാൻ കഴിഞ്ഞത്. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ ജയിച്ചു വന്നത്. വലിയ ഭൂരിപക്ഷത്തോടെയാണ് അവിടുത്തെ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചിട്ടുള്ളത്. വലിയ പ്രതീക്ഷയോടെയും കൂടിയാണ്. എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് വയനാട്ടിലെ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രത്യേകിച്ച് പട്ടികവർഗ മേഖലയിലുള്ള ആളുകളാണ് അധിവസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ ഒരു മെഡിക്കൽ കോളേജ്, അവിടെ സ്ഥിരവും അത്യാധുനിക രീതിയിലുമുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ആദ്യത്തെ എൻ്റെ ഒരു സ്വപ്നം. പ്രത്യേകിച്ച് പട്ടികവർഗക്കാരുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറെ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് മാനന്തവാടി. അതുകൊണ്ട് തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജാണ് എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റിയിലുള്ള ഒരു പദ്ധതി തന്നെ. രണ്ടാമത് നമുക്കറിയാം, മാനന്തവാടിയിലെ വന്യമൃഗവും മനുഷ്യരുമായിട്ടുള്ള സംഘർഷവും നിലനിൽക്കുന്ന ഒരു ജില്ലയും അതോടൊപ്പം തന്നെ മാനന്തവാടിയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് കൃഷിക്കാരൊക്കെ ഉള്ള സ്ഥലവും കൂടിയാണ്. രണ്ടാമത് അത് തന്നെയാണ് എൻ്റെ ഒരു അടുത്ത ഒരു പദ്ധതി. അതുപോലെ തന്നെ പട്ടികവർഗക്കാർ, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഞാൻ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ടൂറിസം വലിയ സാധ്യതയുള്ള ഒരു ജില്ലയും കൂടിയാണ് വയനാട്, പ്രത്യേകിച്ച് മാനന്തവാടി എൻ്റെ നിയമസഭാ മണ്ഡലം. അപ്പം ഒരുപാട് സാധ്യത ഉപയോഗപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം സാധ്യതയും നേട്ടങ്ങൾ നേടാനുമൊക്കെ ഈ ഒരു നിയമസഭാ സാമാജിക എന്ന നിലയിൽ ഞാൻ ഏറ്റെടുക്കും എന്നും കൂടിയാണ് എൻ്റെ ഒരു ആഗ്രഹം.